ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മെന്റൽ ഹെൽത്ത് നഴ്സിംഗിലുള്ള ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സിൽ വരുന്ന ഡിമെൻഷ്യയെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സിനെ ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം എന്നും വിളിക്കുന്നുണ്ട്. ഒരു ബ്രെയിനിനെ ബാധിക്കുന്ന മെഡിക്കലോ ഫിസിക്കലോ ആയുള്ള ഏതൊരു ഡിസീസ് ആയിക്കോട്ടെ, അത് കാരണം ഒരു വ്യക്തിയുടെ മെന്റൽ ഫംഗ്ഷനെ കുറക്കുന്നുണ്ടെങ്കിൽ അതിനെ അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡറിനെ നമുക്ക് ഓർഗാനിക് മെന്റൽ ഡിസോർഡർ എന്ന് വിളിക്കാം. ഇത് ഒരിക്കലും ഒരു സൈക്കാട്രിക് ഇൽനെസ് കാരണമായിരിക്കില്ല ഉണ്ടാകുന്നത്. ഈ ഒരു ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സിൽ വരുന്നതാണ് ഡിമെൻഷ്യ, ഡിലേരിയം പോലുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിമെൻഷ്യയെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഡിമെൻഷ്യയുടെ ഡെഫിനിഷൻ നോക്കാം. ഒരു വ്യക്തിയുടെ മെമ്മോറീസിനെയോ തിങ്കിങ് എബിലിറ്റിയെയോ അല്ലെങ്കിൽ ബിഹേവിയറിനെയോ ബാധിക്കുന്ന പ്രോബ്ലംസിന് കാരണമാകുന്ന ഡിസീസസ് ആണ് ഡിമെൻഷ്യ. ഇത് മെല്ലനെ തുടങ്ങിയിട്ട് സമയം കടന്നു പോകുന്നതിന് കണക്കായിട്ട് വേഴ്സിനാകും. ഇനി ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഏജ് കൂടുന്നതിന് കണക്കായിട്ട്, അതായത് ഒരു ഓൾഡ് ഏജിലൊക്കെ കുറച്ചുകൂടി ഡിമെൻഷ്യ കണ്ടുവരുന്നുണ്ട്. ഫാമിലിയിൽ ഇതുപോലെ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജെനറ്റിക്സ് ഒരു കാരണമാകുന്നുണ്ട്. ജെൻഡർ, മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, ഡൗൺ സിൻഡ്രോം ഇതിനൊരു കാരണമാകുന്നുണ്ട്. പണ്ടുണ്ടായ പാസ്റ്റ് ഹെട്രോമാസ് ഇതിന് കാരണമാകുന്നുണ്ട്. പുവർ സ്ലീപ്പ് പാറ്റേൺസ്, ഉറക്കം കാരണം, അതായത് ഉറക്കക്കുറവ് കാരണം ഇതുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനുള്ള റിസ്ക് കൂടുന്നുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ഹാർട്ട് ഹെൽത്ത്, അതായത് ലാക്ക് ഓഫ് എക്സസൈസ് പറയുന്നത്, ഒബീസിറ്റി കാരണം, സ്മോക്കിംഗ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, ഇതൊക്കെ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി എത്തിയോളജി ആണ്. ഒരു വ്യക്തിയുടെ ന്യൂറോൺസ് ലോസ് ആകണം, നശിച്ചു പോകുകയാണ്, അല്ലെങ്കിൽ ബ്രെയിൻ റീജിയൻ എന്തെങ്കിലും ആക്സിഡന്റ് കാരണം ബ്രെയിൻ്റെ ഒരു വോളിയം ലോസ് ആകുകയാണെങ്കിൽ ഇത് കാരണം, അല്ലെങ്കിൽ ഇത് മെമ്മറിനെയും ഹയർ മെന്റൽ ഫംഗ്ഷനിങ് ഒക്കെ ബാധിക്കുന്നുണ്ട്. പിന്നെ ന്യൂറോ ഫൈബ്രിലർ ടാങ്കിൾസ്, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിനിൽ അബ്നോർമലി ടാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TAU എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അത് അബ്നോർമലി അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് ന്യൂറോ ഫൈബ്രിലർ ടാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ബിൽഡപ്പ് ഓഫ് അമൈലോയിഡ്, പിന്നെ അക്യുമുലേഷൻ ഓഫ് ബീറ്റ അമൈലോയിഡ് ഒക്കെ ഇതിലെ എത്തിയോളജി ഫാക്ടേഴ്സ് ആണ്. ഡിമെൻഷ്യ ഉണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്നുണ്ട്, മെറ്റൽസിന്റെ അക്യുമുലേഷൻ കാരണം ഉണ്ടാകുന്നുണ്ട്, ടോക്സിൻസ് കാരണം ഉണ്ടാകുന്നുണ്ട്. മെറ്റൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സിങ്ക്, കോപ്പർ ഒക്കെ എക്സസീവ് എമൗണ്ടിൽ ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിമെൻഷ്യക്ക് കാരണമാകുന്നുണ്ട്. ഇനി മറ്റുള്ള ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ B6, B12, പിന്നെ ഫോളേറ്റിനൊക്കെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നുണ്ട്. ഒരു ഡിപ്രഷൻ കാരണം ഇത് ഉണ്ടാകുന്നുണ്ട്. ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറി കാരണം ഇത് ഉണ്ടാകുന്നുണ്ട്. എഡ്യൂക്കേഷൻ ലെവൽ ഇൻക്രീസ് റിസ്ക് ഇൻ ദോസ് വിത്ത് ലെസ് എഡ്യൂക്കേഷൻ ദാൻ ഇൻ ദോസ് ഹൂ റിമെയിൻ മെന്റലി ആക്റ്റീവ്. അതായത് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മെന്റലി ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മെന്റൽ ആക്ടിവിറ്റി ഉള്ള ഭയങ്കരമായിട്ട് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരിൽ ഇത് കുറവാണ്. ഇനി അൺട്രീറ്റബിൾ ആയിട്ടുള്ള, നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കോസസ് നോക്കുകയാണെങ്കിൽ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് ഓഫ് സീനസിന്റെ അല്ലെങ്കിൽ ന്യൂറോൺ ഡാമേജ് ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അൾഷിമേഴ്സ് ഡിസീസ്, പിക്സ് ഡിസീസ്, ഹങ്ടൺസ് കോയ, പാർക്കിൻസൺസ് ഡിസീസ് ഒക്കെ ഇതിന്റെ അൺട്രീറ്റബിൾ ആയിട്ടുള്ള കോസസ് ആണ്. ഇതൊക്കെ കാരണം ഡിമെൻഷ്യ ഉണ്ടായി നമുക്ക് ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ട്രീറ്റബിൾ ആയിട്ടുള്ള റിവേഴ്സിബിൾ ആയിട്ടുള്ള കോസസ് നോക്കുകയാണെങ്കിൽ വാസ്കുലർ മൾട്ടി ഇൻഫ്രാക്ട് ഡിമെൻഷ്യ, മൾട്ടി ഇൻഫ്രാക്ട് ആണ് അല്ലെങ്കിൽ വാസ്കുലർ ഇൻഫ്രാക്ട് ആണ് ഉണ്ടാകുന്ന ഡിമെൻഷ്യാസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രാക്രേനിയൽ സ്പേസ് ഓക്യുപ്പൈങ് ലീഷൻസ്, അതായത് ചില ലീഷൻസ് ആണ് നമുക്ക് ഡിമെൻഷ്യ ഉണ്ടാക്കും. ആ ലീഷൻസ് റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിമെൻഷ്യനെ മറികടക്കാൻ പറ്റും. മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഹെപ്പാറ്റിക് ഫെയിലിയർ, റീനൽ ഫെയിലിയർ ഒക്കെ കാരണം ഡിമെൻഷ്യ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടുണ്ടായിട്ടുള്ള ഡിമെൻഷ്യ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ മാറ്റാൻ പറ്റും. പിന്നെ എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ലൈക്ക് മിക്സഡിമ, അഡിസൺസ് ഡിസീസ് പോലെയുള്ള കാര്യങ്ങൾ, ഇൻഫെക്ഷൻസ് ലൈക്ക് എയ്ഡ്സ്, മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് ഒക്കെ കൊണ്ടുണ്ടായിട്ടുള്ള ഡിമെൻഷ്യ അല്ലെങ്കിൽ ഇതൊക്കെ കാരണം ഉണ്ടായിട്ടുള്ള ഡിമെൻഷ്യ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇൻടോക്സിക്കേഷൻ കാരണമാണ് ഡിമെൻഷ്യ ഉണ്ടായിട്ടുള്ളത്, അതായത് ആൽക്കഹോൾ ഇൻടേക്ക് അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡ്, ആർസെനിക് ഒക്കെ കാരണം, ക്രോണിക് ബാർബിട്രേറ്റ് പോയിസണും കാരണമൊക്കെ ഉണ്ടായിട്ടുള്ള ഡിമെൻഷ്യ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അനോക്സിയ, അനീമിയ, പോസ്റ്റ് അനസ്തേഷ്യ, ക്രോണിക് റെസ്പിറേറ്ററി ഫെയിൽ ഒക്കെ കാരണം ഉണ്ടായിട്ടുള്ള ഡിമെൻഷ്യാസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് ടൈമിൻ അല്ലെങ്കിൽ നിക്കോട്ടിൻ ഡെഫിഷ്യൻസി കാരണമാണ് ഡിമെൻഷ്യ ഉണ്ടായിട്ടുള്ളത്, അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഹീറ്റ് സ്ട്രോക്ക്, എപ്പിലെപ്സി, ഇലക്ട്രിക് ഇഞ്ചുറി ഒക്കെ കാരണം ഉണ്ടായിട്ടുള്ള ഡിമെൻഷ്യ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി ഡിമെൻഷ്യക്ക് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഏർലി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, ഫൈനൽ സ്റ്റേജ്. സിമ്പിൾ അല്ലേ? ഇനി ഏർലി സ്റ്റേജസിൽ ഉണ്ടാകുന്ന സൈൻസ് ആൻഡ് സിംപ്റ്റംസ് നോക്കുകയാണെങ്കിൽ ഫോർഗറ്റ്ഫുൾനെസ്, അതായത് മറവി ഉണ്ടാകുന്നുണ്ട്, അതായത് മറന്നു പോകും ഓരോ കാര്യങ്ങൾ. പിന്നെ എൻവയോൺമെന്റിനോട് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരിക, എന്തെങ്കിലും ഒരു ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മടിച്ച് നിൽക്കുക, പിന്നെ വർക്കിലെ പോർ പെർഫോമൻസ്. ഇനി സ്റ്റേജ് 2, മിഡിൽ സ്റ്റേജിൽ ഉണ്ടാകുന്നതാണ് പ്രോഗ്രസീവ് മെമ്മറി ലോസ്. പ്രോഗ്രസീവ് ആയിട്ട് മെമ്മറി ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹെസിറ്റേറ്റ്സ് ഇൻ റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി മടിയുണ്ടാകും. ഹാസ് ഡിഫിക്കൽട്ടി ഇൻ ഫോളോയിങ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ്, സിമ്പിൾ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ പോലും ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇറിറ്റബിൾ ആയിരിക്കും, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയി ആൾ ഭയങ്കര ആൻഷ്യസ് ആയിരിക്കും. വാണ്ടറിങ് ആയിട്ട് അലഞ്ഞു നടക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാകും. നെഗ്ലക്ട് പേഴ്സണൽ ഹൈജീൻസ് നെഗ്ലക്ട് ചെയ്യാൻ തുടങ്ങും. സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ട് നടക്കാൻ തുടങ്ങും. ഇനി സ്റ്റേജ് 3, ഫൈനൽ സ്റ്റേജിലാണെങ്കിൽ മാർക്ക് ലോസ് ഓഫ് വെയിറ്റ് ബിക്കോസ് ഓഫ് ഇനാഡിക്വേറ്റ് ഫുഡ് ഇൻടേക്ക് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാകും. അൺഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഡസ് നോട്ട് റെക്കഗ്നൈസ് ഫാമിലി
ഫാമിലിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇൻകോണ്ടിനൻസ് ഓഫ് യോൻ ആൻഡ് ഫീസസ് യോൻ ഇൻകോണ്ടിനൻസ് ഉണ്ടാകും. ലോസസ് ദി എബിലിറ്റി ടു സ്റ്റാൻഡ് ആൻഡ് വർക്ക്, നടക്കാനും നിൽക്കാനും ഒക്കെയുള്ള എബിലിറ്റി നഷ്ടപ്പെടും. ഡെത്ത് ഈസ് യൂഷ്വലി കോസ്ഡ് ബൈ ആസ്പിരേഷൻ ന്യൂമോണിയ കാരണം ഡെത്ത് വരെ ഉണ്ടാകും. ഇനി അടുത്തത് സിംറ്റംസ് ഓഫ് ഡിമെൻഷ്യ നോക്കുവാണെങ്കിൽ ഓരോ ഏരിയയിലും, അതായത് ഇപ്പോൾ ലൈക്ക് പേഴ്സണാലിറ്റിയിൽ ചില ചേഞ്ചസ് ഉണ്ടാവും. ലൈക്ക് വിഡ്രോൺ ആയിരിക്കും, ആൾ മറ്റുള്ളവരിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കാൻ തുടങ്ങും. സെൽഫ് കെയറിൽ ഡിക്രീസ് ഉണ്ടാകും, അതായത് കുറവായിരിക്കും സെൽഫ് കെയർ, അതിന്റെ മൈൻഡ് ആക്കത്തിന് നെഗ്ലക്ട് ചെയ്യും. ഇനി മെമ്മറി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, പേഴ്സൺ മെമ്മറിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, കോഗ്നിറ്റീവ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, ഡിസോറിയന്റേഷൻ ഉണ്ടാവും, പുവർ ജഡ്ജ്മെന്റ് ആയിരിക്കും ആൾക്കുണ്ടാകുന്നത്, ബിഹേവിയറൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, ഒരു സ്റ്റീരിയോ ടൈപ്പ് ബിഹേവിയർ ആയിരിക്കും ആൾക്ക്, ന്യൂറോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, അഫേസിയ ഉണ്ടാകും. അഫേസിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്രാക്സിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൽഡ് ബിഹേവിയർ, അതായത് നമ്മളൊരു കാര്യം ഒരു മൂവ്മെന്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെത്തും. ഇനി ഡിമെൻഷ്യയിൽ വരുന്ന മറ്റൊരു സിൻഡ്രം ആണ് സൺഡൗണർ സിൻഡ്രം. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡ്രൗസിനെസ്. ആൾ ഡ്രൗസി ആയിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും, അറ്റാക്സി ഉണ്ടാവും. പിന്നെ ആക്സിഡന്റൽ ഫാൾ നൈറ്റ് ടൈമിൽ ഉണ്ടാവും, അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഡിമിനിഷ് ചെയ്യുന്നത് കാരണം, ലൈക്ക് ലൈറ്റൊക്കെ കുറയുന്നത് കാരണം ആക്സിഡന്റൽ ഫാൾ നൈറ്റിൽ ഉണ്ടാകും. ഇനി ഇതിന്റെ ഡയഗ്നോസിസ് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, അതായത് ആളുടെ സയൻസ് ആൻഡ് സിംറ്റംസ് എത്ര ടൈമായിട്ട് തുടങ്ങി, എങ്ങനെയാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നതെന്നൊക്കെ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഇത് കിട്ടും. പിന്നെ മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യുന്നതിലൂടെ കാണാം. പിന്നെ MRI CT സ്കാനിൽ ബ്രെയിൻ ചേഞ്ചസ് ഉണ്ടാവും. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്കിത് കാണാൻ പറ്റും. വൈറ്റമിൻ അനാലിസിസ്, അത് നമ്മൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ് ഇത് ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു B6 B12 ഒക്കെ ഡെഫിഷ്യൻസി വൈറ്റമിൻ അനാലിസിസിലൂടെ കണ്ടെത്താൻ പറ്റും. ഇനി ഇതിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, ട്രീറ്റ്മെന്റ് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത് വരുന്നത് ടാക്സൈൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. ഒരു അൾഷിമേഴ്സ് ഡിസീസ്, മൾട്ടി മോഡറേറ്റ് അൾഷിമേഴ്സ് ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആന്റി കോളിനർജിക് ഏജന്റ് ആണ് ടാക്സൈൻ ഹൈഡ്രോക്ലോറൈഡ് അല്ലെങ്കിൽ കോഗ്നേഴ്സ് എന്ന് പറയുന്ന ഡ്രഗ്. പിന്നെ മെമാൻറ്റൈൻ എന്ന് പറയുന്ന ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. അൾഷിമേഴ്സ് ഡിസീസ് കാരണം ഉണ്ടായിട്ടുള്ള മോഡറേറ്റ് ടു സിവിയർ കൺഫ്യൂഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ആന്റി സൈക്കോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആന്റി ഡിപ്രസൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻസിയോലൈറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ബെൻസോഡയാസിപ്പൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇനി ഇതിന്റെ നഴ്സിംഗ് മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ ഒരു ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യുക, അതായത് ഫിക്സഡ് ടൈം ടേബിൾ, ഇന്ന ടൈമിൽ ഭക്ഷണം കഴിക്കുക, ഇന്ന ടൈമിൽ പേഴ്സണൽ ഹൈജീൻ ചെയ്യുക, ഇന്ന സമയത്ത് നടക്കാൻ പോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ക്ലോക്ക് വിത്ത് ലാർജ് ഫേസ്, നമുക്ക് വലിയ ഫേസിലുള്ള ക്ലോക്ക്, വലിയ ക്ലോക്ക് ഉണ്ടാവുമല്ലോ, അത് സെറ്റ് ചെയ്യുക. കണ്ടർ വിത്ത് ലാർജ് റൈറ്റിംഗ്സ്, വലിയ റൈറ്റിംഗ്സിലുള്ള കണ്ടർ ഉണ്ടാവണം, ആൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പിന്നെ ന്യൂട്രീഷൻ, ബോഡി വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെൽ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഒരു റിച്ച് ഇൻ പ്രോട്ടീൻ, ഹൈ ഫൈബർ, അഡിക്വേറ്റ് കലോറീസ് ഉള്ള ഫുഡ് കൊടുക്കുക. അതായത് ആള് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന, കൂടുതൽ കലോറീസ് കിട്ടുന്ന ഫുഡ് കൊടുക്കുക. പിന്നെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു, ഫീസസ് ഒക്കെ പാസ് ചെയ്യുന്ന, ഇൻകോണ്ടിനൻസ് ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹൈ ഫൈബർ ഉള്ള ഫുഡ് കൊടുക്കുക. സെമി സോളിഡ് ഡയറ്റ് ആക്കി കൊടുക്കുക. കൺസിഡറേഷൻ ഓഫ് മെഡിക്കൽ ഇൽനെസ്, അതായത് മെഡിക്കൽ ഇൽനെസ് കൺസിഡർ ചെയ്തിട്ടുള്ള ഫുഡ് പാറ്റേൺസ് കൊടുക്കുക. പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രിവെന്റ് ഫ്രം ആക്സിഡൻസ്, അതായത് നമുക്ക് ആൾ വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതിനൊക്കെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക. ഫ്ലൂയിഡ് മാനേജ്മെന്റ്, അതായത് 5 മണിക്ക് ശേഷം ബിവറേജസ് ഒന്നും കൊടുക്കാൻ പാടില്ല. കഫീൻസ്, ടീസ് ഒക്കെ ഒഴിവാക്കുക. മൂഡ് ആൻഡ് ഇമോഷൻസ്, മൂഡ് ചേഞ്ചസ് അൺപ്രഡിക്റ്റബിൾ, ആളുടെ മൂഡ് എങ്ങനെ മാറാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫിക്സഡ് ഡെയിലി റൂട്ടീൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക ആൾക്ക്. പിന്നെ മെയിൻറ്റെയിൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ക്ലിയർ, അതായത് ആൾക്ക് വ്യക്തമാക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. റീഇൻഫോഴ്സ് സോഷ്യലി അക്സെപ്റ്റബിൾ സ്കിൽ, അതായത് ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ സ്കിൽസ് എപ്പോഴും റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഗിവ് നെസസറി ഇൻഫോർമേഷൻ റിപ്പീറ്റഡ്ലി, ആവശ്യമായുള്ള ഇൻഫോർമേഷൻസ് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇംപ്രൂവ് സ്ലീപ്പ് പാറ്റേൺ, അവോയ്ഡ് ഡേ നാപ്പിംഗ്, രാവിലെ കിടന്നുറങ്ങുന്ന ഒഴിവാക്കുക. സ്ലീപ്പിംഗ് പിൽസ് അവോയ്ഡ് ചെയ്യുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് ജസ്റ്റ് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.